രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA പ്രകാരം 2 വർഷം മുമ്പാണ് ജില്ലയിലെ 13 UP സ്കൂളുകളെ ഹൈസ്കൂളുകളായി ഉയർത്തിയത്. ഈ വർഷം 2 ഹൈസ്കൂളുകൾ കൂടി അനുവദിച്ചു. പിന്നോക്ക മേഖലകളിലെ സ്കൂളുകളെയാണ് RMSA പ്രകാരം ഹൈസ്കൂളുകളാക്കിയത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു സ്കൂളിന് 60 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായി 2 ലക്ഷം രൂപ അതാത് ഹെഡ്മാസ്റ്റർമാരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. 2 വർഷമായി സംഖ്യ ബാങ്കിൽ കിടക്കുന്നു. കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള മാനദണ്ഡം ലഭിക്കാത്തതാണ് കെട്ടിട നിർമ്മാണത്തിന് തടസ്സമാവുന്നത്. ഈ കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ വേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന് കൈമാറി എന്ന് പറയുന്നുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ പ്രതീക്ഷകളോടെയാണ് നാട്ടിലെ ഹൈസ്കൂളുകളിലേക്ക് മറ്റ് സ്കൂളുകളിൽ നിന്നും TC വാങ്ങി കുട്ടികൾ വന്നു ചേർന്നത്. എന്നാൽ ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളും പരിമിതമായ സൗകര്യങ്ങളുമാണ് കുട്ടികളെ സ്വീകരിച്ചത്. ഒരു സ്കൂളിന് 6 അധ്യാപക തസ്തികകളാണ് അനുവദിച്ചത്. 2 സയൻസ് പോസ്റ്റും കണക്ക്, സാമൂഹ്യപാഠം, ഹിന്ദി, മലയാളം എന്നിവയ്ക്ക് ഓരോ പോസ്റ്റും. ഇംഗ്ലീഷ്, അറബിക് ഭാഷകൾക്ക് അധ്യാപക പോസ്റ്റ് അനുവദിച്ചില്ല. 433 കുട്ടികൾ പഠിക്കുന്ന പെർഡാല ഹൈസ്കൂളിനും 6 അധ്യാപകരെ സ്ഥിരമായുള്ളൂ. ദിവസവേതനത്തിന് മറ്റ് അധ്യാപകരെ എടുക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് UP സ്കൂൾ ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ ഒഴിവാക്കിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ പെർഡാല ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. കന്നഡ മീഡിയവും മലയാള മീഡിയവും ഒന്നിച്ചുള്ള ഈ ഹൈസ്കൂളിൽ കന്നഡ മീഡിയം അധ്യാപക പോസ്റ്റും അനുവദിച്ചിട്ടില്ല. പരിമിതികൾക്കിടയിലും RMSA പ്രകാരം അനുവദിച്ച പകുതിയിലധികം ഹൈസ്കൂളുകൾക്കും ഈ വർഷം 100% വിജയമായിരുന്നു. പെർഡാല സ്കൂളിൽ 98% വിജയം. UP വിഭാഗത്തിന്റെ കമ്പ്യൂട്ടർ ലാബിന്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഹൈസ്കൂളിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ലാബ്, ലൈബ്രറി സൗകര്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. RMSA പദ്ധതി പ്രകാരമുള്ള ഹൈസ്കൂളുകൾക്ക് കാസർഗോഡ് ജില്ലയിൽ സ്വന്തമായി കെട്ടിടമില്ല. സുരക്ഷിതത്വമില്ലാത്ത കെട്ടിടങ്ങളിലാണ് മിക്ക സ്കൂളുകളും പ്രവർത്തിക്കുന്നത്. പെർഡാല ഹൈസ്കൂളിൽ നിന്നും ക്യാമറമാൻ രാജേഷിനൊപ്പം ഷെഫീഖ് നസറുള്ള, മീഡിയ 1.